ഗൈസ്, നമ്മൾ പുതിയ ട്രിപ്പ് പോകാനുള്ള പരിപാടിയിലാണ്. അതെ, ബാഗൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ട്രിപ്പ് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ കൂട്ടുകാരപ്പോൾ വരും. കൂട്ടുകാരൻ വന്നിട്ട് ബാക്കി പരിപാടികളാണ്. അപ്പം നമ്മൾ എണ്ണയൊക്കെ ഫുൾ ടാങ്ക് അടിച്ചിട്ടാണ് ഇവിടുന്ന് യാത്ര പുറപ്പെടുന്നത്. ഇനി ഇത് കാലിയാവണതിനനുസരിച്ച് നമ്മൾ വേറെ ഫില്ല് ചെയ്യുള്ളൂ. വള്ളിയൊക്കെ കെട്ടി ബാഗ് സെറ്റ് ചെയ്യണ പരിപാടിയാണ്. അപ്പം നമ്മൾ ട്രിപ്പ് പോകാനുള്ള പരിപാടിയാണ്. എങ്ങടാടാ പോണേ? ഊട്ടി. അപ്പം നമ്മുടെ ട്രിപ്പ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്കിനി വഴിയെ ഓരോരോ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ പോകാം. അപ്പം നമ്മൾ തൃശ്ശൂർ എത്തണ വരെ അത്യാവശ്യം റോഡൊക്കെ ബ്ലോക്കാണ്. അപ്പം നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നീടുള്ള വീഡിയോ കാണിക്കുന്നത്. നമ്മളിപ്പോൾ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ നിർത്തി. ഇത്രയും നേരം ഓടി ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ബ്രെഡും ജാമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായി. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഹലോ ഗൈസ്, നമ്മൾ ബ്രെഡ് തിന്നുകയാണ്. ഇതാണ് നമ്മുടെ ഫുഡ്. ഞങ്ങൾ ഏതൊക്കെ ട്രിപ്പ് പോയാലും പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ലാണ്ടായിരിക്കും ഇറങ്ങാറ്. അപ്പോൾ ലഗേജൊന്നും അങ്ങനെ കാര്യമായിട്ട് എടുത്തിട്ടില്ല. 2 ജോഡി ഡ്രസ്സ്, അങ്ങനെയൊക്കെ റെയിൻകോട്ട്, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഫുഡിനൊന്നും നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറേ ഇല്ല. നമ്മൾ മെയിനായിട്ട് ഇങ്ങനെ സ്ഥലങ്ങൾ കാണാം, അങ്ങനെ ഒരു സംഭവം. നമ്മൾ എന്നിട്ട് ഈ ഊട്ടി എത്തി കഴിഞ്ഞിട്ടൊരു റൂം എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. റൂം എടുത്ത് അവിടുത്തെ സംഭവങ്ങളൊക്കെ കാണാമെന്ന് വിചാരിച്ചു.
ഇവിടെ ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ കുറേ സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. ഗാർഡനും മറ്റേ പൈൻ ഫോറസ്റ്റ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മ അതൊന്നും കാണാനില്ല. നമ്മ ക്ലൈമറ്റ് ആസ്വദിക്കാനായിട്ടാണ് വന്നേക്കണേ. இந்த பட்டி ஊரை சொல்லுனா இது நல்ல இடம், ஆனால் டெய்லி தங்குறதுக்கு ஒரு நல்ல இடம் கிடையாது. காரணம் என்ன, நாங்கள் எல்லாம் டெவலப்மெண்ட் சிட்டியில் தான் வளர்ந்துருக்கு. அப்போது இந்த ஹில் ஸ்டேஷன் ஏரியா இங்கே சௌகரியம் டெவலப்மெண்ட் கம்மி தான். அப்போது எங்களுக்கு ஜாஸ்தி பிடிக்க மாட்டேன். அதுதான் மெயின் பிரச்சனை. സത്യമാ. ഇപ്പം നൈറ്റ് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി അടിച്ചിടന്ന് കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പം നൈറ്റ് അധികം കറങ്ങണത് ശരിയല്ല എന്നൊക്കെ നാട്ടുകാർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്തോ ഈ അടുത്ത് മർഡർ എന്തോ കാര്യങ്ങളൊക്കെ നടന്നായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ നേരെ ഡയറക്റ്റ് റൂമിലേക്ക് പോയായിരുന്നു. നമ്മ അപ്പോൾ ഇവിടെ നിന്ന് നേരെ തിരിക്കുകയാണ്. നമ്മൾ ഇവിടെ നിന്ന് നേരെ അട്ടപ്പാടി കൂടി റിട്ടേൺ പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് നാട്ടിലേക്ക്. ഞങ്ങൾക്ക് ഇവിടുന്ന് തിരിച്ചു വന്ന സമയത്ത് ഒരു ഇൻസിഡൻ്റ് ഉണ്ടായിരുന്നു. നമ്മ ബാഗൊക്കെ ബൈക്കിൻ്റെ ബാക്കിൽ കെട്ടിവെച്ചതാണ്. അത് ഒരു വളവെത്തിയപ്പോൾ നമ്മ അറിഞ്ഞില്ല വീണ് പോയത്. റിട്ടേൺ വന്ന് നോക്കിയപ്പോഴേക്കും ബാഗ് കാണാണ്ടായി. അവിടെ നാട്ടുകാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴും ആർക്കും കണ്ടിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ഒരു റിസോർട്ടിൻ്റെ CCTV ഒക്കെ ചെക്ക് ചെയ്തു, എന്നിട്ടും കിട്ടിയില്ല. പിന്നെ അത് നമ്മൾ വിട്ടളഞ്ഞ് അങ്ങനെ നേരെ വീണ്ടും തിരിച്ചു. അങ്ങനെ നമ്മൾ അട്ടപ്പാടി റൂട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. ഈ വഴി അത്യാവശ്യം ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകുന്ന ഒരു വഴിയാണ്. നമുക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലും ഊട്ടിക്കൊക്കെ പോവുകയാണെങ്കിൽ റിട്ടേൺ പോകുമ്പോൾ ഈ വഴിക്ക് പോവുകയാണെങ്കിൽ നന്നായിരിക്കും. ഒരു അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതോടുകൂടി അവസാനിക്കുകയാണ്. നമ്മൾ അപ്പോൾ തിരിച്ച് റിട്ടേൺ വീട്ടിലേക്ക് പോവാണ്. ഇനി ഒരു നല്ല വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ ബൈ.